നമസ്കാരം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരത്തിൽ CPM ഉടൻ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കില്ല. പുരസ്കാരദാന ചടങ്ങിന്റെ തീയതിയും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താവും പാർട്ടി അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് പുരസ്കാരദാനമെങ്കിൽ വി.എസിനെതിരായ നിലപാട് എന്ന പഴി കേൾക്കാതിരിക്കുവാൻ പാർട്ടി ഇത് എതിർത്തേക്കില്ല. പകരം പുരസ്കാരം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം വി.എസിന്റെ കുടുംബത്തിന് വിട്ടു നൽകുകയാണ് സാധ്യത. EMS നമ്പൂതിരിപ്പാടും ബുദ്ധദേവ് ഭട്ടാചാര്യയും പത്മ പുരസ്കാരങ്ങൾ നിരസിച്ച ചരിത്രമാണ് CPMനുള്ളത്. 1992 നരസിംഹറാവു സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് EMS പത്മഭൂഷൺ വേണ്ടെന്ന് വെച്ചത്. 2022 പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഇതേ പാത പിന്തുടർന്നു. എന്നാൽ വി.എസിന്റെ കാര്യത്തിൽ ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് പാർട്ടിയുടെ മുൻ നിലപാടുകളിൽ ഇളവ് വരുത്താൻ കാരണമായേക്കുന്നത്. ഇതിനോടകം തന്നെ വി.എസിന്റെ മകൻ V.A. അരുൺ കുമാർ പുരസ്കാരത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ദേശസ്നേഹവും ജനകീയ വികാരവും മുൻനിർത്തി വി.എസിനെ ആദരിക്കുന്നതിന് CPM തള്ളിക്കളയില്ലെന്നാണ് സൂചന. രാഷ്ട്രീയമായി BJPയുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കുവാൻ പുരസ്കാരം സ്വീകരിക്കുന്നതാകും ഉചിതമെന്ന വിലയിരുത്തലും ഒരു വിഭാഗത്തിനുണ്ട്. പുരസ്കാരദാന സമയത്തെ രാഷ്ട്രീയ ചലനങ്ങളാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നിശ്ചയിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാവിയിൽ പത്മ പുരസ്കാരം കിട്ടുവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM പുനരാലോചന നടത്തുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇത്തരം പുരസ്കാരം നൽകുന്നത് BJP സർക്കാരിന്റെ ഒരു രീതിയാണ്. മുൻപ് ജ്യോതി ബസുവിനെ CPM പ്രധാനമന്ത്രിയാക്കാൻ അനുവദിച്ചില്ല. ഇത് തെറ്റാണെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പത്മ പുരസ്കാരത്തിലും CPM തെറ്റുതിരുത്തലിന് തയ്യാറാകുമെന്നാണ് സൂചന. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് നേട്ടമായിരുന്നു ഇത്തവണ. CPMന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ V.S. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന V.S. അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 100 വയസ്സ് തികച്ച് അടുത്തിടെ അന്തരിച്ച V.എസിനോടുള്ള ആദരവായിട്ടാണ് കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. V.എസിനോടൊപ്പം ജസ്റ്റിസ് KT തോമസ്, P. നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഇവർ നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. കലാരംഗത്തെ ഇദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ വലിയ അംഗീകാരം തേടിയെത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു പ്രമുഖ വ്യക്തി. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവാണ് അദ്ദേഹത്തിന് പുരസ്കാരത്തിന് ഇടയാക്കിയത്. നൃത്തരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ പുരസ്കാരം നൽകി. നേരത്തെ പ്രഖ്യാപിച്ച അൺസംഗ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ദേവികി അമ്മയ്ക്ക് പുറമെയാണ് കലാമണ്ഡലം വിമല മേനോനും പത്മശ്രീ തിളക്കത്തിലെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ V.S. അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പുരസ്കാരങ്ങളെ രാഷ്ട്രീയ നീക്കമായി നിരീക്ഷിക്കുന്നവരും ഉണ്ട്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.